മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സോയാബീൻ റോസ്റ്റാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ആദ്യമായിട്ട് വെള്ളം കുറച്ച് തിളപ്പിച്ച് അതിൽ ഉപ്പിട്ടിട്ട് അതിനകത്തോട്ട് സോയാബീൻ ഇടാം. സോയാബീൻ ഇട്ട് തണുത്തതിന് ശേഷം ഞെക്കി പിഴിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടി അത് നല്ല ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി വേണം. ചീനച്ചട്ടി വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കുക. നമ്മൾ ബീഫൊക്കെ കറി വെക്കുന്നതിൻ്റെ ഏകദേശം ആ ഒരു ഇതിലാണ് ഇത് ചെയ്യുന്നത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് അതിലിടുക. തേങ്ങാക്കൊത്ത് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം സവോള നമ്മൾ എടുക്കുന്ന സോയാബീൻ്റെ അളവനുസരിച്ചിട്ടുള്ള സവോള എടുക്കാം. സവോള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവോള ഇട്ട് സവോള ഒരുവിധം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതും ഒന്ന് വഴന്നതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് മസാല, അതായത് ഗരം മസാല എടുക്കണം. ഗരം മസാല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ പെരിഞ്ജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, തക്കോലം, പിന്നെ കുരുമുളക്. ഇതിലോട്ട് തന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടതിന് ശേഷം അത് നല്ലതായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ഈ സബോളയെല്ലാം നല്ലതായിട്ട് വഴന്നല്ലോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നല്ല വഴന്ന് ഇതും പൊടിച്ച് അതിനകത്തോട്ടിട്ട് നല്ലതായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ മാറി നല്ലൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നിടം വരെ നല്ല പോലെ ഒന്ന് ഇളക്കി എല്ലാം ശേഷം അതിന് ശേഷം കുറച്ച് തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ്, ഇപ്പം തക്കാളിക്ക് നല്ല കളറില്ല. ഇപ്പോൾ ഈ മഴ സീസണൊക്കെ ആയതുകൊണ്ട് തക്കാളി ചില സമയത്ത് നമുക്ക് നല്ല പഴുത്ത തക്കാളി കിട്ടുന്നില്ല. അത് കുഴപ്പമില്ല. ഇത് കുറച്ചൊരു മീഡിയം ടൈപ്പ് തക്കാളിയാണ്. 2 തക്കാളി ഇട്ടിട്ട് അത് വിട്ട് നല്ല ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ മസാല എല്ലാം ഇട്ട് വഴറ്റുക. അതിന് ശേഷം തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റി അതിലോട്ട് നമുക്ക് സോയാബീനെല്ലാം നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്തെ വെള്ളം എല്ലാം കളഞ്ഞ് വെള്ളം ഞെക്കി കളയണമെന്ന് പറയുന്നത് ഈ സോയാബീൻ ഒരു മത്ത് മണമെന്നൊക്കെ പറയും. ഒരു സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ലിൽ നമുക്ക് ആ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിനകത്തെ വെള്ളം നല്ലതായിട്ട് ഞെക്കി പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മസാലക്കൂട്ടിനകത്തോട്ട് ഇടുന്നത്. ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകി ലേശം തിളപ്പിച്ച വെള്ളം തന്നെ, പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം തന്നെ അതിനകത്തോട്ട് ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിൽ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സോയാബീൻ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കുറച്ച് സോയാ സോസ്, അതായത് ഹാർഡ് സോസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡാർക്ക് സോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി, 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അതിനകത്ത് ഒഴിക്കണം. ഒഴിച്ചാൽ മാത്രം അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഈ സോയാ സോസ് ഒഴിക്കണം. എന്നിട്ട് നല്ലതായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് നമ്മൾ ഇളക്കി നല്ല ഇതിലൊന്ന് പൊത്തി വയ്ക്കുക, അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ ചെയ്ത് അപ്പോൾ ഈ മസാലയൊക്കെ ഈ സോയാബീനിൽ അങ്ങ് പിടിക്കും. അതിന് ശേഷം വേണം നമ്മൾ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കണം. മല്ലിയില ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് അടപ്പെല്ലാം മാറ്റിയതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് തുറന്നിരുന്നിട്ട് തന്നെ ഒന്ന് റെഡിയായിട്ട് ഏകദേശം ഒരു റോസ്റ്റ് പരുവത്തിലാകും. ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതല്ല, ഇത് റോസ്റ്റായിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ മല്ലിയിലയും കൂടെ ചേർത്ത് ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ കറിയാണ്. ബീഫൊന്നും കഴിക്കാത്തവർക്ക് ഇത് കഴിക്കാം. അത്യാവശ്യം പ്രോട്ടീനും ഉള്ള ഒരു ഐറ്റമാണ് ഈ സോയാബീൻ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾ ഈ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.